ഹായ് ഫ്രണ്ട്സ്, പേരാമ്പ്രയിലെ പോലീസ് ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിലിന്റെ മൂക്ക് പൊട്ടി. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് 2 ദിവസമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത്. തീർച്ചയായിട്ടും ആളുകളുടെ തലതല്ലി പൊട്ടിക്കുക എന്നുള്ളതല്ല പോലീസിന്റെ പണി. എങ്കിൽ പോലും ഷാഫിയുടെ മൂക്ക് പൊട്ടി ചോരയൊലിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ, ആ സമരം കേരളമെമ്പാടും വ്യാപിപ്പിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. സാധാരണക്കാരന്റെ മൂക്ക് പൊട്ടിയാലോ ഒന്നും സംഭവിക്കാനില്ല. എത്രയോ പേരുടെ തല തല്ലിപ്പൊളിച്ചു ഈ പോലീസ്. എന്തെല്ലാം അക്രമം എവിടെയെല്ലാം ഉണ്ടാവുന്നു. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഇല്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരനെ ചെടിച്ചെടി വെച്ച തലക്കടിച്ചത്, അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ഓർക്കുന്നുണ്ടോ? അതുപോലെ ഹെൽമെറ്റ് വെച്ച് അവിടുന്ന് തല തല്ലിപ്പൊളിച്ചപ്പോ അതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. അപ്പോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ യൂത്തന്മാരും കോൺഗ്രസ്സുകാരും അടികൊള്ളുക, UDF ഭരിക്കുമ്പോൾ DYFക്കാരും തല്ലുകൊള്ളുക. നമ്മുടെ ഒരു സംവിധാനം അങ്ങനെയായി തീർന്നിരിക്കുന്നു. ആ സംവിധാനത്തിനാണ് മാറ്റം ഉണ്ടാവേണ്ടത്. പോലീസുകാരുടെ പണി തലതല്ലിപ്പൊളിക്കൽ അല്ലെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ ഉത്തരവാദിത്വമുണ്ട്. യുവാക്കന്മാരെ വെറും ചട്ടുകങ്ങളായി തെരുവിലേക്ക് ഇറക്കി വിടുന്ന നേതാക്കന്മാർ ഓർക്കണം. അവരുടെ തലതല്ലി പൊളിച്ചാൽ അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയ പ്രശ്നം ഉണ്ടായാൽ ആർക്ക് പോയി? അവരുടെ കാരണവന്മാർക്ക് എത്ര തന്നെ. നേതാക്കന്മാരൊന്ന് അനുശോചിക്കും, ആണ്ട് വിടും, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ നടക്കുക കാലാകാലങ്ങളായി. എത്രയോ ജീവിക്കുന്ന രക്തസാക്ഷികൾ, എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട്. ആരും കാണുന്നില്ല. കുറെ കാലം പാർട്ടിക്കാർ വന്ന് സഹതപിക്കും, എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യും, സാമ്പത്തികമായിട്ട് തീർന്നു. അവരുടെ ജീവിതം സ്വാഹ. ആ സംവിധാനമാണ് മാറേണ്ടത് കേരളത്തിലെ. ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ പോലീസുകാരെ പ്രകോപിപ്പിക്കുന്ന, എന്നിട്ട് തല്ല ചോദിച്ചു വാങ്ങിക്കുന്ന ആ സംവിധാനം മാറേണ്ടിയിരിക്കുന്നു. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്ര തന്നെ. ഇന്ന് ഇടതുപക്ഷം നാളെ വലതുപക്ഷം ആയേക്കാം, അതുകൊണ്ട് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും ആര് ഭരിച്ചാലും പോലീസിന്റെ ഡ്യൂട്ടി ഒന്ന് തന്നെ. അവർ നിരപരാധികൾ ഓരോന്ന് പറഞ്ഞാൽ പലപ്പോഴും വേട്ടയാടപ്പെടുന്ന അവരാണെന്ന് മാത്രം. ഇപ്പോഴത്തെ ഒരു പോലീസ് മേലധികാരി പറയുന്നു, ഒരു പോലീസുകാരൻ ഷാഫിയെ പിന്നിൽ നടിച്ചു, അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അയാളെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുവാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ത് പിഴച്ചു? പറ്റിപ്പിടപ്പിന് വേണ്ടി ജോലിക്ക് പോയി, എത്രേ ഉള്ളൂ. ആ മനോഭാവമാണ് മാറേണ്ടത്. അത് മാറാത്തിടത്തോളം കാലം പോലീസ് ലാത്തിച്ചാർജും ആ മൂക്കും തലയ്ക്ക് തല്ലിപ്പൊട്ടിക്കലും നടന്നുകൊണ്ടേയിരിക്കും. അഭംഗുരം തന്നെ, ഒരു മാറ്റവുമില്ലാതെ.